ജാതി വ്യവസ്ഥയുടെ ഭാഗമായ മണ്ണിൽ കുമ്പിൾ കുത്തി കഞ്ഞി വിളമ്പിയിരുന്നതിനെ പാരമ്പര്യത്തിന്റെ ഭാഗമായിരുന്നുവെന്ന് സുരേഷ് ഗോപി ഇത് അഭിമാനപൂർവ്വം പറയുകയാണെന്നും സുരേഷ് ഗോപി പറയുന്നു. 2 ദിവസം മുമ്പ് ഇരിഞ്ഞാലക്കുടയിൽ നടന്ന സുരേഷ് ഗോപിയുടെ കലുങ്ക് സംവാദത്തിനിടയിലാണ് ജാതീയ പരാമർശം. അത് കൊല്ലത്ത് ഭരണിക്കാവ് ഗ്രാമത്തിൽ വന്ന് അന്വേഷിച്ചാൽ ഗോപിയണ്ണന്റെ വീട്ടിലെ അല്ലെങ്കിൽ മഠത്തിലടിക്കത്തെ 41 മണ്ഡലകാലത്തെ പൂജ കൊല്ലം ടൗൺ മുഴുവൻ വരും. മണ്ണ് കൂമ്പാരം കൂട്ടി കുഴി കുത്തിയിട്ട് അതിനകത്ത് ചേമ്പലയോ വാഴയിലയോ കുമ്പിള് കുത്തിയിട്ടിട്ട് കഞ്ഞി ഒഴിച്ചു കൊടുത്ത് വാരി കുടിക്കുന്ന വലിയ മുതലാളിമാരുണ്ട് കൊല്ലത്താണ്. എല്ലാ കീഴ്ജാതിക്കാരുടെയും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും. അപ്പൊ അങ്ങനെ ഒരു വലിയ പാരമ്പര്യമാണ്. സാരംഗ കൂടി വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സാരംഗ, കേന്ദ്ര സഹമന്ത്രി എന്ന നിലയിലും ഒരു ജനപ്രതിനിധി എന്ന നിലയിലും സുരേഷ് ഗോപിയുടെ ഇത്തരത്തിലുള്ള വിവാദ പരാമർശങ്ങൾ അത് തുടർക്കഥയാവുകയാണ്. തീർച്ചയായും 2 ദിവസങ്ങൾക്ക് മുൻപ് ഇരിഞ്ഞാലക്കുടയിൽ നടന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കലുങ്ക് സംവാദത്തിനിടയിലാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു ജാതീയ പരാമർശവുമായി കേന്ദ്രമന്ത്രി രംഗത്തെത്തിയിട്ടുള്ളത്. അതായത് ജാതി വ്യവസ്ഥയുടെ ഭാഗമായി കേരളത്തിൽ നിലനിന്നിരുന്ന ഈ മണ്ണിൽ കുമ്പിൾ കുത്തി കഞ്ഞി വിളമ്പിയിരുന്നതിനെ വലിയ അഭിമാനപൂർവ്വം വിശേഷിപ്പിച്ച് സംസാരിക്കുകയാണ് ഈ കേന്ദ്രമന്ത്രി. ഇത് പാരമ്പര്യത്തിന്റെ ഭാഗമായിരുന്നെന്നും നിരവധി താഴ്ന്ന ജാതിക്കാർ ഇത് തേടിയെത്തിയിരുന്നു, അല്ലെങ്കിൽ ഈ കഞ്ഞി കുടിക്കാൻ എത്തിയിരുന്നെന്നും ഇതെല്ലാം ഒരു അഭിമാനപൂർവ്വം പറയുകയാണ് ഈ രാജ്യത്തെ ഒരു കേന്ദ്ര മന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് മൺമറഞ്ഞു പോയ ജാതി വ്യവസ്ഥയെ വീണ്ടും അഭിമാനപൂർവ്വം ഏറ്റുപിടിക്കുക എന്നുള്ളത് മാത്രമല്ല, ഇത് ഒരു പാരമ്പര്യത്തിന്റെ ഭാഗമായിരുന്നു എന്ന് കൂടി വിശേഷിപ്പിക്കുമ്പോൾ ഒരു മന്ത്രി അല്ലെങ്കിൽ ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ സുരേഷ് ഗോപി എത്രമാത്രം അധപതിച്ചു എന്നുള്ള കാര്യമാണ് അറിയേണ്ടത്. 2 ദിവസം മുൻപ് ഇരിഞ്ഞാലക്കുടയിൽ നടന്ന പരാമർശത്തിന്റെ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ഈ കലുങ്ക് സംവാദത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഈ പ്രാദേശിക ചാനലായിട്ടുള്ള ഇരിഞ്ഞാലക്കുടയിലെ പ്രാദേശിക മാധ്യമങ്ങൾ പുറത്തുവിട്ടത്. ഇത് പുറത്തു വിട്ടതിന് പിന്നാലെ വലിയ രീതിയിലുള്ള ചർച്ചകളാണ് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം നടക്കുന്നത്. ഒരു കാര്യം പ്രധാനമായും ഓർക്കേണ്ടത്, ഈ ശ്രീനാരായണ ഗുരുവിന്റെയും അതുപോലെ തന്നെ മഹാത്മാ അയ്യങ്കാളിയുടെയും കാലത്ത് നവോത്ഥാനത്തിന്റെ ഭാഗമായിട്ടൊക്കെ തന്നെ കേരളം പൂർണ്ണമായും തള്ളിക്കളഞ്ഞ ഇത്തരത്തിലുള്ള ജാതി ചിന്തകളെയാണ് അല്ലെങ്കിൽ ജാതി വ്യവസ്ഥകളെയാണ് ഈ കേന്ദ്രമന്ത്രി ഏറ്റുപിടിക്കുന്നത് എന്നുള്ളത് കൂടി ഓർക്കണം ആര്യ. സാരംഗാണ് വിവരങ്ങൾ നൽകിയത്.